കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്താണ് KSUവിന് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായത്. ഇന്ന് രാവിലെ മുതൽ കണ്ണൂരിൽ പല പരിപാടികൾ, രാവിലെ എന്നല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് KSUവിന്റെ ഭാഗമായി നടക്കുന്നു. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഭാഗമായി തുടർച്ചയായ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനകത്ത് KSU നടത്തിയ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് പരിക്കേറ്റു എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെയുള്ള ചില ദൃശ്യങ്ങൾ, മന്ത്രി ഇരിക്കുന്നതും തലയ്ക്ക് ഏവിച്ചിരിക്കുന്നതൊക്കെ ഉള്ള ചില ദൃശ്യങ്ങൾ അല്പസമയത്തിനും അത് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷനകത്തുള്ള ദൃശ്യങ്ങളാണ്. മന്ത്രിയുടെ കൈക്കും കഴുത്തിനും പരിക്കുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. എത്രത്തോളം വലിയ പരിക്കാണെന്നോ ആ പരിക്കുണ്ടാവാനുള്ള കാരണം എങ്ങനെയാണെന്നോ ഇപ്പോൾ ഒരുപാട് കരിങ്കൊടി പ്രതിഷേധങ്ങൾ നമ്മൾ നാട്ടിൽ കാണുന്നതാണ്. അത് ഏതെങ്കിലും തരത്തിൽ ദേഹത്ത് തൊടുന്ന പ്രതിഷേധങ്ങളല്ല. അപ്പോൾ ഈ പ്രതിഷേധം അത്തരത്തിൽ പരിണാമം പ്രാപിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അത് സുരക്ഷാ വീഴ്ചയല്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ജെക്സി തോമസ് ആയിരുന്നു. ജയ്ക്ക് അറിയാൻ കഴിയുന്ന മന്ത്രിയുടെ കൈക്കും കഴുത്തിനും പരിക്കുണ്ട് എന്നുള്ളതാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇത് ഷോക്കിംഗ് ആയ വാർത്തയാണ്. ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് തന്ന PCR ടീമിനോട് തന്നെ ഞാൻ പറയുകയുണ്ട്, എനിക്ക് എന്താ പരിക്കെന്ന് പുറത്താണുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ വാർത്ത ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ കേട്ടിടത്തോളം ഞാൻ ഏത് വാക്കുകൊണ്ടാണ് ഇത്തരം പ്രതിഷേധങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കേരളത്തിലെ പൊതുജനസാമാന്യം തീരുമാനിക്കട്ടെ. ജനാധിപത്യ കേരളത്തിൽ സമരങ്ങളുടെ രൂപഭാവങ്ങൾ എന്തായിരിക്കണം. ന്യായമായി പല വിഷയങ്ങളിലും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കുക സ്വാഭാവികമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്തരം നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനുമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഒരാളെ വ്യക്തിപരമായി കയ്യേറ്റം ചെയ്യുക, കായികപരമായി ആക്രമിക്കുക, അയാളെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിന് തുല്യമായ ചില സമരമാർഗങ്ങൾ സ്വീകരിക്കുക, അതൊന്നും മാന്യമായ മര്യാദയുള്ള സമരരൂപങ്ങൾക്ക് നിരക്കുന്നതല്ല, ചേരുന്നതല്ല. അതിനൊക്കെ ജനാധിപത്യ കേരളത്തിൽ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് കേരളം ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിലേക്ക് കൂടെ നിൽക്കുകയാണ്. അവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF കൂടുതൽ നിശ്ചിതമായ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇത്തരത്തിൽ വിചാരണയ്ക്കിരയാകേണ്ട വരുന്ന രാഷ്ട്രീയ സംഘമായി ഈ സമരത്തെ തുടർന്ന് കോൺഗ്രസ് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ ജയ്സ്, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി ഇരിക്കുന്നതാണ്. കഴുത്തിന് കൈവച്ചിരിപ്പാണ് ആരോഗ്യമന്ത്രി. അതിൽ അപ്പോൾ എങ്ങനെയാണ് കഴുത്തിന് പരിക്ക് സംഭവിക്കുക എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. അഡ്മിഷൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ കൊടുത്താൽ അത് ഒരുപക്ഷെ മന്ത്രി പറയുന്നത് വ്യക്തമാകും എങ്ങനെയാണ് പരിക്ക് പറ്റിയെന്നുള്ള കാര്യം. ആരോഗ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ കഴുത്തിന് പിന്നിൽ നല്ല വേദനയുണ്ട് എന്ന് ഫോണിൽ സംസാരിക്കുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. അത് പ്രതിഷേധത്തിൽ ഉണ്ടാകുന്ന പരിക്കാണോ എന്ന കാര്യം അറിയില്ല. അത് അങ്ങനെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ നേർക്കുനേർ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അങ്ങനെ ഉണ്ടായിക്കൂടാത്തതാണ്. കേരളത്തിൽ ഒരുപാട് ജനാധിപത്യ സമരങ്ങൾ നമ്മൾ കാണുന്നതാണ്. കരിങ്കൊടി പ്രതിഷേധങ്ങൾ കേരളത്തിന് പുതുമയല്ല. ഉറപ്പായും അധികാരത്തിലിരിക്കുന്നവർ കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്ന അത്ര സുഖകരമായ അനുഭവം അല്ലെങ്കിൽ കൂടിയും അതുണ്ടാവാറുണ്ട്. കേരളത്തിൽ അത് എല്ലാ കാലവും ഉണ്ടാവാറുണ്ട്. അതുണ്ടാവാറുള്ളത് പക്ഷേ അത് നേർക്കുനേർ ഒരു നേരത്തെ ഉമ്മൻചാണ്ടിയോട് നെറ്റിയെറിഞ്ഞ് പൊട്ടിച്ചതുപോലെയുള്ള ഒന്ന് രണ്ട് അപൂർവമായ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നതല്ലാതെ അങ്ങനെ ഏതെങ്കിലും നേതാക്കളുടെ ദേഹത്ത് തൊടുന്ന രീതിയിലേക്ക് ആ സമരം മാറിയിരുന്നില്ല. ഇതിപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന കാര്യം കുറച്ചുകൂടി പോലീസ് വ്യക്തമാക്കി തരേണ്ടതുണ്ട്. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആരോഗ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനകത്ത് നിൽക്കുന്നതാണ്. പോലീസ് വട്ടം വളഞ്ഞ് നിൽപ്പുണ്ട്. വട്ടം വളഞ്ഞ് നിൽക്കുന്ന പോലീസിന് മുന്നിൽ പ്രതിഷേധക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ മന്ത്രിയുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. മന്ത്രിക്ക് ചുറ്റും പോലീസ് വലിയ വലയം തീർക്കുന്നുണ്ട്. പ്രതിഷേധക്കാരോട് മന്ത്രി കയർക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾക്ക് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇതിനപ്പുറമുള്ള എന്തെങ്കിലും ദൃശ്യം ഉണ്ടോ എന്നറിയില്ല. ഈ ദൃശ്യങ്ങളിൽ മന്ത്രിക്ക് സ്പീക്കർ AN ഷംസീർ ചെയ്യുന്നു. ശ്രീ AN ഷംസീർ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞു തരാമോ? കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് മന്ത്രിയെ കയ്യേറ്റം ചെയ്യുകയാണ് ചെയ്തത്. മന്ത്രി ആക്രമിക്കുകയായിരുന്നു ഒരു വനിതാ മന്ത്രിയെ. അവരാകെ
കുഴഞ്ഞ് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം എത്തിയപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ പറ്റുക? അതിനാണ് ഗൺമാൻ പറഞ്ഞവർ ആക്രമിച്ചു എന്നുള്ളത്. അവരെ കൈ അനക്കാൻ പറ്റുന്നില്ല, കഴുത്ത് ചരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു വനിതാ മന്ത്രി ഇങ്ങനെ ആക്രമിക്കുന്ന രീതി ശരിയാണോ? തെറ്റാണ്. ശ്രീയൻ ഷംസീർ, ഇത് നേർക്കുനേർ കയ്യേറ്റം ഉണ്ടായെന്നാണോ? നടത്തിയ ആൾക്കാരെ നേർക്കുനേർ കയ്യേറ്റം ഉണ്ടായെന്നാണോ പറയുന്നത്? അതെ, മന്ത്രിയെ കയ്യേറ്റം ചെയ്തു, ഒരു സംശയവും വേണ്ടതിൽ. മന്ത്രിയെ കയ്യേറ്റം ചെയ്തു, പരിക്ക് പറ്റി മന്ത്രിക്ക്. ഇങ്ങനെയാണ് ഒരു രീതി. ചിലപ്പോ നിങ്ങളുടെ ചാനലുകളിൽ ദൃശ്യങ്ങൾ ഉണ്ടായേക്കാം. ഏതായാലും ഒരു വനിതാ മന്ത്രിയെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ രീതിയിൽ കയ്യേറ്റം ചെയ്യുന്ന രീതി ശരിയല്ല. അത് അപലപനീയമാണ്. തീർച്ചയായും പോലീസ് പ്രതികളെ പിടിക്കുന്നതിന്റെ വിശ്വാസം. അത് UDF നേതൃത്വം ഈ അക്രമ സമരത്തെ തള്ളിപ്പറയണം. പരസ്യമായി UDF നേതൃത്വം വീണ മന്ത്രിയോട് അപ്പോളജൈസ് ചെയ്യണം. ഈ രീതി ശരിയല്ല എന്നുള്ളത്. ശ്രീയൻ ഷംസീർ, ഇപ്പം പ്രതിഷേധങ്ങൾ കേരളത്തിൽ പുതിയതല്ല. മന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ടുപേർ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മന്ത്രിക്ക് നേരെ പ്രതിഷേധക്കാർക്ക് നേർക്കുന്നവർ അത്ര അടുത്ത് വരാൻ കഴിയുന്നത് എങ്ങനെയാണ്? നല്ല സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നതല്ലേ ശ്രീ ഷംസീർ? ശേഷം നടന്ന സംഭവമാണിത്. അവര് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയതിനു ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, അവരെ കഴുത്തിന് പരിക്ക്, കൈക്ക് പരിക്ക്, ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. ഏതായാലും അവർ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ പോലീസും ഭരണ നേതൃത്വം ചെയ്യേണ്ട കാര്യങ്ങൾ അവരും ചെയ്യും. ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനില എങ്ങനെയാണ് ശ്രീ ഷംസീർ? അറിയാൻ കഴിഞ്ഞോ? ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യനില എന്റെ മുന്നിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ മറ്റു കാര്യങ്ങൾ എനിക്കറിയില്ല. ഞാൻ അവിടെ യാത്രപ്പെട്ടു. ഓക്കെ. ഏത് ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഷംസീർ? ജില്ലാ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അവരെ. അഡ്മിറ്റ് ആണോ? അഡ്മിഷൻ ആയിരിക്കുമല്ലോ. ഓക്കെ, സ്വാഭാവികമായി. താങ്ക് യു ശ്രീ ഷംസീർ. എന്തായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനകത്ത് മന്ത്രി അങ്ങോട്ടേക്ക് വരുമ്പോൾ കരിങ്കൊടിയുമായി പ്രവർത്തകർ എന്ന് പറയാൻ ഒരുപാട് പ്രവർത്തകർ അവിടെ ഉണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നില്ല. അപ്പോഴേക്ക് പോലീസ് മന്ത്രിക്ക് വളയം തീർക്കുന്നുണ്ട്. മന്ത്രി പ്രതിഷേധക്കാരുമായി ചെറുതായി കയർക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. അതിനിടയിൽ മന്ത്രിക്ക് കഴുത്തിന് പരിക്കേറ്റു, കഴുത്തിനും കൈക്കും പരിക്കുണ്ടെന്നാണ് സ്പീക്കർ CN ഷംസീർ പറയുന്നത്. അത് മന്ത്രിയെ സമരക്കാർ കയ്യേറ്റം ചെയ്തതിലുണ്ടായ പരിക്കാണ് എന്ന് തന്നെ സ്പീക്കർ തന്നെ പറയുകയാണ്. അത് സ്പീക്കർ പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പക്ഷപാതത്തിൽ പറയുന്നതാണ് എന്ന് കരുതുക വയ്യ. കയ്യേറ്റം ചെയ്തു എന്നാണ് സ്പീക്കർ AN ഷംസീർ അല്പസം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കാണുമ്പോൾ മന്ത്രി കുഴഞ്ഞ നിലയിലായിരുന്നു. മന്ത്രി കഴുത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞു. ജില്ലാ ആശുപത്രിയിലേക്ക് മന്ത്രിയെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അത് പ്രതിഷേധക്കാരുടെ നേർക്കുനേർ കയ്യേറ്റമാണോ അതോ ആ ഉന്തും തള്ളലും ഉണ്ടായ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന കാര്യമൊക്കെ ദൃശ്യങ്ങളിൽ എന്തായാലും ഇപ്പോൾ വ്യക്തമല്ല. അജീഷ് ജയകുമാർ ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അജീഷ്, കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരും. ഓക്കെ, ആശുപത്രിയിലെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങളുടെ പരമ്പര ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിലും അടക്കമുണ്ടാകുന്ന ചികിത്സാ പിഴവുകളിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രതിഷേധങ്ങളൊന്നും കുറ്റമൊന്നുമല്ല. പ്രതിഷേധങ്ങൾ കേരളത്തിൽ പുതിയതല്ല, ഉണ്ടാവുന്നതുമാണ്. പക്ഷേ അത്തരത്തിൽ ആരോഗ്യമന്ത്രിയുടെ കഴുത്തിനും കൈക്കും പരിക്കേൽക്കുന്ന രീതിയിലൊക്കെ ആ പ്രതിഷേധങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. അത് അങ്ങനെയല്ല. ജനാധിപത്യ സമൂഹത്തിൽ സമരം നടത്തേണ്ടത് അങ്ങനെയല്ല എന്നതിന് ഉറപ്പായും പറയേണ്ടി വരും. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനകത്തുള്ള ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ പക്ഷേ മന്ത്രിയെ നേരത്തെ സ്പീക്കർ CN ഷംസീർ പറയുന്നത് പോലെ മന്ത്രിയെ നേർക്കുനേർ കയ്യേറ്റം ചെയ്യുന്ന ഏതെങ്കിലും ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടില്ല. മന്ത്രിക്ക് ചുറ്റും പോലീസുകാർ വളയം തീർത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതല്ലാതെ ഇതിനിപ്പുറമോ ഉള്ള ദൃശ്യങ്ങളുണ്ടോ എന്ന കാര്യം നമുക്ക് അറിയുകയുമില്ല. നമുക്ക് മുന്നിലുള്ളത് ഈ കാണുന്നത് മന്ത്രിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. ഇവിടെ ഈ ദൃശ്യങ്ങളാണ്. ഇതാണ് സ്പീക്കർ CN ഷംസീർ പറഞ്ഞത്. അദ്ദേഹം കാണുമ്പോൾ കഴുത്തിന് വേദനയായി അവിടെ ഇരിക്കുന്ന മന്ത്രിയാണ് കണ്ടത് എന്ന് പറഞ്ഞത്. ഇതാണ് കരിങ്കൊടി പ്രതിഷേധം. ഒരു കറുത്ത ഷർട്ടിട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്, KSU പ്രവർത്തകൻ മന്ത്രിക്ക് നേരെ ഒരു കരിങ്കൊടിയുമായി പോവുകയും പോലീസ് അദ്ദേഹത്തെ തടയുകയും മന്ത്രിക്ക് ചുറ്റും വളയം ചേർക്കുകയും ചെയ്യുന്നതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നത്. അതിനപ്പുറവും ഇപ്പുറമുള്ള ദൃശ്യങ്ങൾ നമുക്കറിയില്ല. അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജില്ലാ ആശുപത്രിയിലാണ്. അജീഷ്, ഈ ദൃശ്യങ്ങളിൽ മന്ത്രിയെ നേർക്കുനേർ കയ്യേറ്റത്തിന്റെ ഏതെങ്കിലും ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ സ്പീക്കർ അല്പസം മുമ്പ് പറഞ്ഞത് മന്ത്രിയെ KSUക്കാർ കയ്യേറ്റം ചെയ്തു എന്ന് തന്നെയാണ്. ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്താണ് അജീഷ്? ഹാഷ്മി, എന്തായാലും മന്ത്രിയെ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം എന്തായാലും മന്ത്രി ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മന്ത്രിയെ നേരിട്ട് കയ്യേറ്റം ചെയ്യുന്ന ആ കാര്യങ്ങളൊന്നും വ്യക്തമാവുന്നില്ല. പക്ഷെ മന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് നമുക്ക് അറിവുള്ളത്. മന്ത്രിയുടെ കഴുത്തിലും കയ്യിലുമൊക്കെ മർദ്ദനമേറ്റു എന്നുള്ളതാണ് മന്ത്രി പിന്നീട് പറഞ്ഞത്.
മന്ത്രിയുടെ കയ്യിലും കഴുത്തിലും പരിക്കുണ്ട് എന്നാണ് സ്പീക്കർ എൻ ഷംസീറും മന്ത്രിയും ഇപ്പോൾ പറയുന്നത്. അവിടെ കയ്യേറ്റം ഉണ്ടായി എന്ന് തന്നെയാണ് സ്പീക്കർ പറയുന്നത്. മന്ത്രി ഫോണിൽ കൂടി കഴുത്തിന് വേദനയുണ്ടെന്ന് പറയുന്നു. പക്ഷേ സമരക്കാർ കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ ഒരു ആരോഗ്യമന്ത്രിയെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു മന്ത്രിയെ, ഒരു മുതിർന്ന നേതാവിനെ നേർക്കുനേർ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. ആദ്യം ഉണ്ടാവുന്നത് അത് കൊടിയ സുരക്ഷാ വീഴ്ചയാണ്. അത്തരത്തിൽ സമരരീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ട സമരമുറയാണത്. ആ സമരമുറ ജനാധിപത്യ കേരളത്തിന് യോജിച്ച സമരമുറയല്ല കയ്യേറ്റമാണെങ്കിൽ. ദൃശ്യങ്ങളിൽ പക്ഷേ നേർക്കുനേർ കയ്യേറ്റത്തിന്റെ ഏതെങ്കിലും ദൃശ്യം നമ്മൾ കാണുന്നില്ല. ഇതിലെ കൂടുതൽ ദൃശ്യങ്ങൾ ഏതെങ്കിലും സമയത്ത് അങ്ങനെ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായി വരേണ്ടതാണ്. കാര്യം ആരോഗ്യമന്ത്രിയെ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പായും ഈ ദൃശ്യം എടുക്കുന്ന ആളുകൾ ആ ദൃശ്യം എന്തായാലും എടുത്തിട്ടുണ്ടാവണം. അതങ്ങനെ ഉണ്ടെങ്കിൽ വരും സമയങ്ങളിൽ പുറത്തേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷയാണ് നമുക്ക്. എന്തായാലും കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു യൂത്ത് ഒരു KSU പ്രവർത്തകൻ കരിങ്കൊടിയുമായി വരികയും മന്ത്രിക്ക് ചുറ്റും പോലീസ് വളയം തീർക്കുകയും മന്ത്രി സമരക്കാരോട് കയർക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനപ്പുറം ദൃശ്യങ്ങൾ അതിനുശേഷം നമ്മൾ കാണുന്നത് മന്ത്രിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്ന മന്ത്രി. നേരത്തെ സ്പീക്കർ പറഞ്ഞ അതിന് തുടർച്ചയാണ്. മന്ത്രി സ്പീക്കർ കാണുമ്പോൾ മന്ത്രിക്ക് കഴുത്ത് വേദനയുണ്ട് എന്ന് പറഞ്ഞത്. പിന്നീട് സ്പീക്കറുടെ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക്, അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് അഡ്മിഷൻ എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി എന്നാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.